ഞാൻ 2021 ഒരു ഫെബ്രുവരി മാസം നോമ്പങ്ങ് തുടങ്ങി മൂന്നാറിന് അടിവശത്ത് കൊത്തുപാറ ഇടവകയിൽ ധ്യാനിപ്പിക്കുകയാണ്. ഷാലോമിലാണെന്ന് ഞാനുള്ളത്. ഷാലോമിൻ്റെ ധ്യാനം ഇടുക്കി രൂപതയിൽ നടക്കുന്നു. അപ്പോൾ കൊത്തുപാറ ഇടവക മൂന്നാറിൽ നിന്ന് 6 കിലോമീറ്റർ താഴെയാണ്. പിന്നെ പാട്ടുകാരൻ ജോമാനാണ് കൂടെയുള്ള. ഞാൻ ജോമാനോട് പറഞ്ഞു, ജോമാനെ നല്ലൊരു അടിപൊളി പാട്ട് പാടി അങ്ങോട്ട് വർഷിപ്പ് തുടങ്ങിക്കോ, കൂടെ ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ പ്ലാൻ അങ്ങ് മാറി. ഞാൻ ജോമാനോട് പറഞ്ഞു, ജോമാനെ അടിപൊളിയൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പഴയ ഒരു പാട്ട് പാടാം. പള്ളി നിറച്ച ആൾക്കാരുണ്ട്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ അങ്ങ് നിറഞ്ഞു. ആൾക്കാർക്കിടയിലൊക്കെ ഭയങ്കരമായ ഒരു ഇടപെടൽ ദൈവം നടത്തുക. ആ സമയത്ത് ക്ലാസ് കഴിഞ്ഞു. മൂന്നാറിൻ്റെ അടിവശമായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്, ടീ ബ്രേക്ക്. അപ്പം എൻ്റെ സ്വരമൊക്കെ അടച്ചു തുടങ്ങി ഈ തണുപ്പായതുകൊണ്ട്. ഞാനൊരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി, പേപ്പർ ഗ്ലാസ്സിലാണ് കാപ്പി ഉള്ളത്, ഒരു കാപ്പി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6-7 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു സഹോദരി, ബ്രദറേ പ്രാർത്ഥിക്കണേന്ന് ഒച്ചത്തി വിളിച്ച് പറയാം. ഞാനിത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ചിരി വന്നു. ഞാനിത് ചോദിച്ചു, സഹോദരി എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ സഹോദരി എന്നോട് പറയാണ്, എൻ്റെ അടുത്തേക്ക് വന്നു പറയാണ്, ബ്രദറെ 17 ലക്ഷം രൂപ കടമുണ്ട്. ഞാൻ ഉറങ്ങിയിട്ട് 3 മാസമായി. ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആ സഹോദരി മുഖത്ത് നോക്കിയിട്ട് പറയും, സഹോദരി വിഷമിക്കണ്ട, പേടിക്കണ്ട, വിഷമിക്കണ്ട, എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് ബ്രദറിന് 50 ലക്ഷം രൂപ കടമുണ്ടോ? ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഇളയ മോൻ ഡോക്ടറാണ്, അവനെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോണാണ്, അത് അവൻ അടച്ചോളും. പക്ഷേ എൻ്റെയും കൂടി പേരിലാണ് കിടക്കുന്നത്. കൊള്ളാട്ടിൽ വീട് വെച്ചിട്ടൊക്കെയാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഒരു രാത്രി പോലും ഇന്നേ വരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചോ ഉറങ്ങാതിരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഈ കടമെന്ന് പറയുന്നത് എൻ്റേതല്ല, എന്നെ വിളിച്ചവൻ്റെതാണ്, എന്നെ രക്ഷിച്ചവൻ്റെതാണ് ഈ കടം. ആണോ? 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 ഈ കടം എൻ്റേതാണോ? അല്ല. എന്നെ രക്ഷിച്ച ഒരു കർത്താവ് എനിക്കുണ്ട്, അവൻ്റേതാ കടം. കാരണം ഞാനിത് കള്ളു കുടിക്കാൻ വേണ്ടി ലോൺ എടുത്തതല്ല, മ്ലേച്ഛകരമായ പാപം ചെയ്യാൻ വേണ്ടി കടമെടുത്തതല്ല, ചീട്ട് കളിക്കാൻ വേണ്ടി കടമെടുത്തതല്ല. എൻ്റെ മകന് ന്യായമായൊരു വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ബാങ്കിനെ സമീപിച്ചതാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സഹോദരി, ഞാൻ ചോദിച്ചു, സഹോദരി നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ജീവനോടുണ്ടാകുന്ന ഉറപ്പുണ്ടോ? ഇല്ല ബ്രദറെ. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, ഇന്നലത്തെ ഏതെങ്കിലും കാര്യം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല ബ്രദറെ. ഞാൻ പറഞ്ഞു, ഇന്ന് ജീവിക്കുക, ഇന്ന്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. ആ സമയത്ത് അതത് ദിവസത്തിന്റെ ക്ലേശം മതി. പോരെ? മതിയോ? മതിയോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ കത്തില് രണ്ടാമത്തെ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം, 2 കോരിന്ത്യസ് 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. തൻ്റെ ദാരിദ്ര്യത്താൽ പറഞ്ഞേ, തൻ്റെ ദാരിദ്ര്യത്താൽ കണ്ടിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ടാന്ന് പറഞ്ഞേ. തൻ്റെ ദാരിദ്ര്യത്താൽ, അവന്റെ ദാരിദ്ര്യത്താൽ നീ സമ്പന്നനാകാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ എന്ന് കരമത്ത് പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു ഇവിടെ വെഞ്ചരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? യേശുവിനെ കാഴ്ചവെക്കുന്ന സമയത്ത് 2 ചങ്ങാലിയെ വാങ്ങിക്കാനുള്ള കാശ് ഈ കയ്യിലുള്ളൂ. ദാരിദ്ര്യത്തിന്റെ വലിയൊരു പ്രതീകമായി പുൽക്കൂട്ടിൽ പറക്കുമ്പോൾ എന്റെ പ്രിയരെ, തന്റെ സമ്പന്നതയെല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇങ്ങനെ വ്യാകുല മാതാവിന്റെ കൂട്ട് ദുഃഖിതരായിട്ടിരിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. 2010 എൻ്റെ ഓർമ്മ. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളില് ഷാലോമിന്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അന്ന് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഞാനാണ് ആ ടീമിലുള്ളത്. അവിടെ കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ 10,000-ഓളം പേര് പങ്കെടുത്തു. ഇത് സംഘടിപ്പിച്ച ഒരു തോമസ് ചേട്ടനുണ്ട് കൊടകരയുള്ള. ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് നടന്നു വരുന്ന വഴി ഒരു കുറച്ച് ദൂരമുണ്ട് ആ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ നിന്ന്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രകാശൻ ബ്രദറെ, എനിക്ക് വേണ്ടി ഒരു വീടുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഓ തോമസ് ഏട്ടാ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ഒരു വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. തോമസ് ഏട്ടന് സ്ഥലമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല ബ്രദറെ, സ്ഥലമില്ല. അപ്പൊ ഞാൻ കൺഫ്യൂഷനായി. അദ്ദേഹത്തിന് വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്ക് അത്രയും അന്നത്തെ വിശ്വാസം ബോധമൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സ്ഥലമില്ലേ? തോമസിന് എന്താ പരിപാടി? തോമസിന് അവിടെ ഒരു പച്ചക്കറി കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന ആളാണ്. തൂക്കി കെട്ടിക്കൊടുക്കും. 200 രൂപ കിട്ടും. എനിക്ക് ആകെപ്പാടെ ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു, ദൈവം വീട് തരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ബുദ്ധി കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെ തോമസ് ചേട്ടൻ്റെ വീടുണ്ടാവും? ആ ദിവസങ്ങളിൽ കാലത്ത് വചനം എടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ വചനം മറിച്ചപ്പോൾ യെശയ്യാ 66:9 ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ജന്മം തരുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ഒരു പ്രഭാതത്തില് വചനപ്പെടുത്തപ്പോൾ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചൊരു വചനമാത്. ഞാൻ 2 കൽപ്പിച്ച് തോമസേട്ട് പറഞ്ഞു, തോമസേട്ടാ യെശയ്യാ 66 വായിച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ മനസ്സിൽ വന്നിട്ട് 43 പ്രാവശ്യമാണ്. ഒരു 43 പ്രാവശ്യം തോമസേട്ടനും ചേച്ചിയും കൂടെ ഇത് കാണാണ്ട് പഠിച്ചിട്ട് മുട്ടിമേൽ നിന്ന് കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് കറുത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ ആ തോമസേട്ടന് മീൻ തടി തപ്പിയതാ. നമ്മളോട് ഒരാൾ വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എങ്ങനെയൊന്ന് രക്ഷപ്പെടണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 2 വർഷം കഴിഞ്ഞപ്പോൾ ഷാലോമില് റിസപ്ഷനിൽ നിന്ന് ഒരു കോള് വരികയാണ് എൻ്റെ ടേബിളില്. തൃശ്ശൂർ ഭാഗത്ത് നിന്നൊരു തോമസേട്ടൻ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഈ തോമസേട്ടൻ ആരാന്നതിന് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ഓടി വന്ന് ഈ തോമസേട്ടൻ്റെ വട്ടം കെട്ടി പിടിച്ചിട്ട് 2 കവളത്ത് ഉമ്മ വെച്ചിട്ട് ഒരു പാക്കറ്റ് മിഠായി എൻ്റെ തരികയാണ്.
എന്താ പ്രകാശം ബ്രദർ എന്ന് വിളിക്കുക? പ്രകാശം ബ്രദറെ, കർത്താവ് എനിക്ക് 8 സെന്റ് സ്ഥലം നൽകി, ഞാൻ 2 നില വീട് വെച്ചു. ഞാനിങ്ങനെ ചോദിച്ചു, തോമസ് ചേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു? ഇതാ നമ്മുടെ ദൈവം, ഇതാ നിങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു. ഇതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ സമ്പന്നത ഉപേക്ഷിച്ച് ദരിദ്രനായി ജന്മമെടുത്തുവെന്ന്. എന്തിനു വേണ്ടിയാ? അവന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി. ഈ സമ്പന്നത നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ്. ഹൃദയം അടഞ്ഞിരിക്കുക ഇപ്പോഴും, അതുകൊണ്ട് എഴുന്നേപ്പിച്ചത്. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. 2 കരങ്ങളും കണ്ണുകൾ അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചിട്ട് ഈ വചനം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണം. ഞാൻ വീണ്ടും പറയാണ്, ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ഈ തമ്പുരാന്റെ സമ്പന്നത നമ്മളെ തേടിയെത്തുന്നുണ്ട്. വിശ്വസിക്കണം, അത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കുമെന്ന് ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? അയലോകത്തെ പൗലോസേട്ടൻ അയലോകത്തെ ചേച്ചിയോട് പറഞ്ഞാണോ? ആരോട് പറഞ്ഞതായത്? വിശ്വസിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന്. മരിച്ചു കിടക്കുന്ന ലാസറിന്റെ പെങ്ങൾ മർത്തായോട് യേശു പറഞ്ഞ വാക്കാത്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ ദർശിക്കും. കണ്ണുകളടച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ വചനം ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയണം, ഇത് ദൈവത്തിന്റെ വചനമായ യോഹന്നാൻ 6:63. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ട്. ഈ വചനത്തിൽ ദൈവത്തിന്റെ ജീവൻ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം നിങ്ങളുടെ കെട്ടുകൾ ദൈവം അടിക്കും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറക്കെ പറയണം. ആരും നാണിക്കരുത്. ഒരു 4-5 പേര് അല്ലെങ്കിൽ 10 പേര് കേൾക്കുന്ന സ്വരത്തിൽ ഇത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം. സാത്താൻ വാലും ചുരുടി നാണം കെട്ടു പോകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുപോകണം. നമുക്ക് ചൊല്ലാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇനി നമുക്ക് നിങ്ങൾ എന്നുള്ളത് മാറ്റി എങ്ങനെയാക്കണം? ഞങ്ങൾ നാക്കണം കേട്ടോ. ചെല്ലിത്തരാം. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ എനിക്കറിയാം. അവൻ സമ്പന്നനായിരുന്നിട്ടും എന്നെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ. സ്വരമെത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. നമ്മളുടെ ജീവിതത്തില് സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടാൻ
പല വിധത്തിലുള്ള കാരണങ്ങൾ കാണാം. ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിലായിരിക്കും ജനിച്ച് വീണിട്ടുണ്ടാവുക. ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാകാം, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്തെല്ലാം കാണിച്ചിട്ടും നമ്മളുടെ ഈ മേഖലയ്ക്ക് മാറ്റമില്ലാത്ത അനുഭവം അല്ലേ ഉണ്ടാകും. എന്നെ കല്യാണം കഴിഞ്ഞ് വേറെ വിടുമ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപ മാത്രമേ ഉള്ളൂ. 50 രൂപ, ഒരു പൈസ അറിയില്ല. പള്ളിയിൽ അച്ഛൻ വെഞ്ചരിക്കാൻ വന്നു കഴിയുമ്പോൾ കപ്പ്യാർക്ക് 50 രൂപ കൊടുക്കണം. 50 രൂപ കപ്പ്യാർക്ക് കൊടുത്തു. വളരെ വിഷമത്തോടെ എൻ്റെ ഇടവകപ്പള്ളി ദേവാലയത്തിൽ പോയി ഏറ്റവും ബേക്കിൽ ചാരി ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം നൽകുകയാണ്. ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്, ബേക്കിലല്ല, ഫ്രണ്ടില്. എൻ്റെ വീടിന്റെ അതിലൊരു വർഗമരമുണ്ട്, നിറച്ച് ഇലകളുള്ളൊരു വർഗമരം. ഈ വർഗമരത്തില് ഒരു വലിയ പൈശാചിക സത്വം ഇങ്ങനെ വാവിളിച്ചിരിക്കുകയാണ്. അതിന്റെ ദംഷ്ട്രങ്ങൾ എന്ന് പറയുന്ന മുകളിലത്തെ 2 കോമ്പല് അതെനിക്ക് കാണാം, അടിയിൽ 2 എണ്ണം കാണാം. ഈ നാവ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ നാവിൽ നിന്നിങ്ങനെ ബ്ലഡ് ഒഴുകുക, ബ്ലഡ്. എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഓർക്കണം, ഇത് എത്ര വർഷം മുമ്പാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലമായി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം, 31 കൊല്ലം. ഒക്ടോബർ 26 32 കൊല്ലം പൂർത്തിയാവും. ഞാൻ 31 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയണത്. 31 കൊല്ലം മുമ്പുള്ള കാര്യം. എന്നെ കിട്ടുകിട്ട ഇങ്ങനെ പറിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ദർശനം കാണുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു സത്യമായും അങ്ങ് ഈ സക്രാരിയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എനിക്ക് വിറച്ചിട്ട് വയ്യ, പേടിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നിലേക്ക് ഒരു ശക്തി വരാൻ തുടങ്ങി. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, സക്രാരി സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ഈ തിന്മയുടെ സ്വാധീനത്തെ ബന്ധിച്ച് കാൽവരി കുരിശിൽ ചവിട്ടിക്കെട്ടുന്നു. അത് ഞാനൊരു വൈകുന്നേരം ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, വീട്ടിൽ ചെന്നു. അന്ന് എനിക്ക് ആത്മീയമായ ഒരു ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സീജ വർക്കിച്ചനെ, കൊളത്തൂർ ധ്യാന മന്ദിരത്തിന്റെ ഡയറക്ടർ എന്ന സീജ വർക്കിച്ചിന്റെ അടുത്തായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ പാസ്റ്ററിങ്. ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഈ മരം സമൂലം ഉണങ്ങിപ്പോയി. ഞാൻ എന്നിട്ട് സീജ വർക്കിച്ചിന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അച്ഛനോട് എന്നോട് പറഞ്ഞു, കള്ളച്ചിരി വെച്ചത് പോടാ അവിടുന്ന്. അച്ഛൻ പറഞ്ഞു, വാക്കിനെ പോടാ അവിടുന്ന്. അങ്ങനെ പിശാചെന്ന് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, ഇത് അച്ഛനില്ല എന്ന് പറഞ്ഞാലും ഇതെന്റെ അനുഭവമാണ്. ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പോയിട്ട് ഭാഷാവത്ത് സ്തുതിച്ചുകൊണ്ടിട്ട് 3 പ്രാവശ്യം കൂടെ ഒരു 3 ദിവസം പോയിട്ട് എൻ്റെ ചോട്ടി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു സത്യം ഞാൻ പറയാം, യേശുനാമത്തിൽ പേര് പോലും ഇല്ലാതെ അത് മുഴുവനും ദ്രവിച്ചു പോയി, ഉണങ്ങി. എൻ്റെ സാമ്പത്തിക മേഖലയുടെ മേൽ കരം വെച്ചിരുന്ന തിന്മയുടെ സ്വാധീനത്തെ ഞാൻ ബന്ധിച്ചത്. അപ്പോൾ ഓർക്കണമേ, നമ്മളുടെ ജീവിതത്തില് ചിലപ്പോഴൊക്കെ എന്തെല്ലാം കാണിച്ചിട്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടും നമുക്കൊരു അഭിവൃദ്ധി ലഭിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ സ്വാധീനമുണ്ടാകും. ദാനിയേൽ 10 നമ്മൾ വായിക്കും, 10:10, ദാനിയേൽ 10:13. മിഖായേൽ മാലാഖ സ്വർഗത്തിലും ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുമ്പോൾ പേർഷ്യ രാജ്യത്തിന്റെ പൈശാചിക ദൂതൻ ദിവസങ്ങളോളം മിഖായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളുടെ കുടുംബത്തില് പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ കണ്ടെന്ന് വരാം. അവരതിൻ്റെ മേൽ അവകാശങ്ങൾ ഉന്നയിച്ചിരിക്കും. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹം
നമുക്ക് ഈ തിരിച്ചറിവില്ല എങ്കിൽ നമ്മളത് സ്വാധീനിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ഇങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കും പരിഹാരമായിട്ടുണ്ട്. നമ്മൾ കാണുക യെശയ്യാ 61 യെശയ്യാ 61 അതായത് നമ്മളിത് ലൂക്കാസ് സുവിശേഷം 4:16 കാണും. മത്തായി സുവിശേഷം ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് യെശയ്യാ പ്രവചനമാണ്. അത് ഇത് കിടക്കുന്ന എങ്ങനെയാണ്? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാൻ എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതി ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും അവർക്ക് വേണ്ടി വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ഈ ഭാഗം പറയാൻ വേണ്ടി ഓടിച്ചു വായിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, ഇത് പറയാൻ വേണ്ടിയിട്ടല്ല. തുടർന്ന് പണ്ട് നശിച്ചു പോയവ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും പുനർനിർമ്മിക്കും. യേശുവിന് അവരോട് സംഭവിക്കുന്ന കാര്യമാണ്. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തില് ദാരിദ്ര്യത്തിന്റെ ഒരു വേട്ടയാടൽ അനുഭവം ഉണ്ടായെങ്കിൽ തമ്പുരാന്റെ വരവോടുകൂടി, യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: പണ്ട് നശിച്ചു പോയവ അവർ പുനരുദ്ധരിക്കും, പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. നമുക്കൊരു പേടിയാണ്, ഇത് എൻ്റെ തലമുറകളിൽ കിടക്കുന്നൊരു പ്രശ്നമാണ്, എൻ്റെ അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെ അത് ഇതും ചെയ്തിട്ടാണെന്നോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണത്. കാരണം യേശുവിന് വരവോടുകൂടി എനിക്ക് ഈ ഭൂമുഖത്ത് എന്തെല്ലാം ആവശ്യമാണോ അത് മുഴുവനും സംലഭ്യമാക്കിയിരിക്കുന്നു യേശു തമ്പുരാൻ തന്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകുമെന്ന് സത്യം നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് പറയുക? എന്താണ് വിശ്വാസം എന്ന് പറയുക? എന്താ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായം 11 നമ്മൾ കാണാണ്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, കാണപ്പെടാത്ത ഉണ്ടായെന്ന് ഉണ്ടായെന്ന് ബോധ്യവും പ്രത്യാശിക്കുന്നവ എന്തുറപ്പാ ഉള്ളത്? നിങ്ങള് ചേട്ടനൊരു 2.5 മീറ്റർ തുണി എടുത്തിട്ട് ഒരു ടൈലറിംഗ് ഷോപ്പിൽ ചെന്നിട്ട് ഒരു ഷർട്ട് അടിക്കണമെന്ന് പറയും. ഈ ഷർട്ട് അടിക്കാൻ പറയുമ്പോൾ ചേട്ടൻ എന്തുറപ്പാണുള്ളത്? ഇതുകൊണ്ട് പാൻ്റ് അടിക്കുക എന്നുള്ളത് എന്തുറപ്പാകുമ്പോൾ ഉള്ളത്? അയക്ക് വേണമെങ്കിൽ പാൻ്റ് അടിക്കാൻ പറ്റും, പാൻസ് അടിക്കാൻ പറ്റേ? ഇല്ല, വേണ്ട. നിങ്ങളിന്ന് പോകുമ്പോൾ ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കുന്നു, നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത് അതിൻ്റെ വിഷം കലർത്തിയിട്ടില്ല എന്നുള്ളത്? അതൊരു ബന്ധമാണ്. ഞാനിതിനു മുമ്പ് പല ഹോട്ടലുകളിൽ കയറി ചായ കഴിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ വിഷം അവർ കലക്കി തന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അറിവിൽ നിന്നൊരു ബന്ധമുണ്ടാവുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയ ദൈവ പൈതല്, നീയും നിന്റെ യേശുവും തമ്മിലുള്ള ആഴമായ ബന്ധമാണ്. ഞാൻ അതിനെ പറയുക പ്രണയമെന്ന, സ്നേഹമെന്നല്ല. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ കുറേയും കൂടി ആഴമുണ്ട് അതിന്. എൻ്റെ പ്രിയപ്പെട്ടവളെ, ഞാൻ പ്രണയിക്കുമ്പോൾ അതിന് ഭയങ്കര ആഴമായ ഒരു അനുഭവമുണ്ട്, അല്ലേ?
ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വരുന്നത് നിങ്ങൾ യേശുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിന്നാ. അത് കുടകിലുള്ള തോമസ് ചേട്ടന് ഒരു 200 രൂപ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ മനുഷ്യൻ 8 സെന്റ് സ്ഥലം വാങ്ങി 2 നില വീട് വെച്ചു. ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബന്ധത്തില് ഒരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. യേശുവിൽ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കരമേൽപ്പിക്കുക. യേശുവിൽ വിശ്വാസമുള്ളവർ. ഓക്കെ, എല്ലാവർക്കും യേശുവിൽ വിശ്വാസമുണ്ട്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. വളരെ ആലോചിച്ച് മനസാക്ഷിയുടെ ഉത്തരം പറയണം. യേശുവിനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. യേശുവിനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം. അതാ ഈശോ പറഞ്ഞത്, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായി നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ചെറിയ കാര്യങ്ങളുള്ള വിശ്വസ്തത അതുണ്ടാവണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവശ്യങ്ങളുമൊക്കെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരുകള്, വേദനകള് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പാടില്ല. എന്ത് പ്രശ്നം വന്നാലും, ഏതെല്ലാം പ്രശ്നം വന്നാലും, ഞാൻ 2015 ഫെബ്രുവരി 20 എൻ്റെ വീടിൻ്റെ 2ാം നിലയുടെ മുകളില്, അത് വെഞ്ചരിച്ച് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ പ്രാവ് കൂട് കൂട്ടിയിരിക്കുന്ന ഒരു 10-35 പ്രാവുണ്ട്. മുകളിലത്തെ നിലയിലെ മുറിയിൽ എപ്പോഴും വന്ന് പ്രാവ് വൃത്തികേടാക്കിയിടും. അപ്പം എൻ്റെ ഭാര്യ ഇങ്ങനെ പറയും, ഇവിടെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ എപ്പോഴും സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്, അതിന് ആ കുഞ്ഞുങ്ങളെ അടുത്ത് എന്തെങ്കിലും പൊക്കോണ്ടേനെ. ഫെബ്രുവരി അത് നാഗമ്പടം കൺവെൻഷൻ 10,000-15,000 പേര് പങ്കെടുത്തൊരു കൺവെൻഷൻ ചെയ്ത് വീട്ടിൽ വന്ന് സീറോ മലബാർ ലിറ്ററേച്ചർ അനുസരിച്ച് നോമ്പെടുക്കാൻ പറ്റിയില്ല. മക്കളുണ്ട് പുറത്ത് പഠിക്കുമായിരുന്നു. അവർ വന്നുകൊണ്ട് ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നോമ്പ് തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു, ഞായറാഴ്ച അവിടെ കൺവെൻഷൻ കഴിയത്തേ ഉള്ളൂ, നാഗമ്പടം കൺവെൻഷൻ. നമുക്ക് പ്രസകാബുധന് വിഭൂതി ബുധന് നോമ്പെടുക്കാം. അങ്ങനെ നോമ്പൊക്കെ എടുത്ത് ശക്തമായി പ്രാർത്ഥന ആരംഭിച്ചു. 2 മണിക്ക് എഴുന്നേറ്റ് മുട്ടുകുത്തി എന്ന് 8 വന്നു ചെല്ലും ലോകത്തെ സമർപ്പിച്ച്. 2 ദിവസമല്ലേ ഉള്ളൂ. വെള്ളിയാഴ്ച കാലത്തെ രാവിലെ കുഞ്ഞിനെ എടുത്തു കളയാൻ വേണ്ടി ഒരു കോണി കൊണ്ടുപോയി കാർപ്പുറച്ച ചാരി അത് 3 ചരിച്ച് വാർത്തിട്ടിരിക്കുക. മുകളിലത്തെ നില ചാരി മുകളിൽ പോയി പിടിച്ചത് പറയുമ്പോൾ കോണി കറങ്ങിപ്പോയി. 8 ദിവസം കഴിഞ്ഞ് എനിക്ക് ബോധം തെളിയുന്നത്, തലയോട് 4 അകത്ത് പൊട്ടി, ഇന്റേണൽ ബ്ലീഡിങ്, നട്ടല് 2 പൊട്ടി. ഞാൻ ബോധമില്ലാതെ ICUവില്, കോഴിക്കോട് മിംസ് ആശുപത്രിയുടെ ICUവിൽ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മാത്യു പെരുവല്ലച്ചൻ വിശുദ്ധ കുർബാനയുമായിട്ട് 8ാമത്തെ ദിവസം വരികയാണ് ഡെലിവറി സ്പ്രെയർ ചെയ്യാൻ വേണ്ടി. എന്റെ നാവിൽ ദിവ്യകാരുണ്യ ഈശോ വന്ന ആ നിമിഷം എനിക്ക് ബോധം തെളിയുകയാണ്. ഞാൻ യേശുവിനെ പ്രഘോഷിക്കുന്നത് എന്റെ അനുഭവ തലത്തിൽ നിന്നാ പറയാനേ. അന്ന് വൈകുന്നേരം ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണം. എഴുന്നേറ്റപ്പോഴാ കാര്യം മനസ്സിലായത്, നട്ടല് പൊട്ടി തന്നെ, കാലിന് 2 ബലമില്ല. എൻ്റെ ഇളയ മോൻ കൂടെയുണ്ട്. അവൻ പറയും, അച്ചാച്ചാ 7ാം നിലയിൽ അവിടെ താഴെ പോയാൽ ഞങ്ങളെ ചിരണ്ടി എടുക്കേണ്ടി വരും, അച്ചാച്ചനെ പോയി കിടക്ക്. ഞാൻ അപ്പനല്ലേ, പോടാ അവിടുന്ന്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത്, യേശു തമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്റെ 2 കാലുകൾക്കും മാറി മാറി ചവിട്ടുമ്പോൾ ബലം വെക്കുന്ന പറഞ്ഞു. 10 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പിള്ളേരുടെ 2 പേരെ തോളന്ന് കഴിഞ്ഞത് വിടറാൻ പറഞ്ഞ് തന്നെ നടന്നു. പിറ്റേ ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ നടന്നു എന്ന് എന്നെ നോക്കുന്ന ഡോക്ടറുടെ മുമ്പിലാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, അഹം എടുക്കണമല്ലോ, ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കാം. 9ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 160 ദിവസം മരുന്നുണ്ടായിരുന്നു. അപസ്മാരം, അതായത് ഹെഡ് ഇഞ്ചുറി അല്ലേ. ഒരു ദൈവാനുഗ്രഹം കിട്ടിയത് ശാലോം TV യിലായിരുന്നതുകൊണ്ടും
TV-യിലൂടെ ഒത്തിരി പ്രത്യക്ഷപ്പെട്ടുള്ളതുകൊണ്ടും ലോകം മുഴുവൻ എനിക്ക് പ്രാർത്ഥന കിട്ടി. ഡോക്ടറിനോട് പറഞ്ഞു 106 മാസം 180 ദിവസം അവസ്മാരം ഉണ്ടായിരിക്കും മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞാൽ 181-ാമത്തെ ദിവസം ഞാൻ വീണ്ടും പ്രഘോഷിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? നമുക്ക് നാളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത് കേട്ടോ. നാളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. ഞാൻ വെറുതെ പറയല്ല. ഇന്ന് എന്നെ ദൈവം വിളിച്ചാൽ എനിക്ക് വേണ്ടി പണിത് വീട്ടിൽ പോകണം സ്വർഗത്തിൽ. വേണ്ടേ? ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ മരിച്ച സ്വർഗത്തിൽ പോകുന്നത് കരമേർത്തിക്ക് ഉണ്ടോ? നമ്മൾ കോൺഫിഡൻസ് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഭൂമി കുലുങ്ങി ഇതെല്ലാം ഉരുണ്ട് തല വീഴുവാണെങ്കിൽ ഇപ്പോൾ മരിക്കാണ് സ്വർഗത്തിൽ പോകണം നമ്മൾ. ഇല്ല, യേശു മരിച്ചതിന് ഉദ്ധാനം ചെയ്യുന്ന ഒരു അർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി ഇങ്ങനെ തത്രപ്പെട്ട് കളിക്കില്ല. അമ്മപ്പെട്ട മക്കളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. മരണത്തെ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന മനുഷ്യനല്ല. അന്ന് മെന്നി സാർ ഓടി വന്നു മിംസില്. ഡോക്ടർ പറഞ്ഞു, സാറേ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല, ക്ലോട്ടായെങ്കിൽ തല ഓപ്പൺ ചെയ്യാമായിരുന്നു. 4 ദിവസം എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് ഒഴുകും, കുറച്ച് വായിലേക്ക് പോകും, അത് വിഴുങ്ങിപ്പോകുമ്പോൾ അത് വൊമിറ്റ് ചെയ്യും. അങ്ങനെ 4 ദിവസം കഴിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ പറയുന്നു. ഇന്നും ഈ നിമിഷം പറയുന്നു, ദിവ്യകാരുണ്യനാഥൻ അന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് അന്ന് ഞാൻ സൗഖ്യം അനുഭവിക്കുക. മെഡിസിനുണ്ട്, അത് വേറെ. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, 34 കൊല്ലം, ഇത് 34-ാമത്തെ വർഷമാണ് ഞാൻ പ്രഘോഷിക്കാൻ തുടങ്ങിയത് യേശുവിനെ. 34 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ഉറപ്പ് നൽകുകയാ. നിങ്ങളും യേശുവുമായിട്ടുള്ള അഗാധമായ ബന്ധം മറ്റെന്തിനേക്കാളും ഉപരിയായി ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കുന്ന പക്ഷം നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും യേശു തമ്മിൽ എടുത്തു മാറ്റി അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തും. എനിക്കറിയാം, ഇത് വെറുതെ പറയല്ല. ഇന്നലെ 1:56 എൻ്റെ മുറിയിലെ പ്രതികടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ഈ നിമിഷം പറയും, മെസ്സേജിക്കോർന്നോളം പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രഭാഷകന്റെ സഭാപ്രസംഗന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തില് 19-ാമത്തെ തിരുവചനം, പ്രഭാഷകന്റെ സഭാപ്രസംഗന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം കൊടുക്കുന്ന നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴല്ലേ? ആണോ? നിങ്ങൾ ആർക്കെങ്കിലും കുറച്ച് രൂപ ദാനം കൊടുക്കുക എന്ന് വിചാരിച്ചു, അത് കൊടുക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടല്ലേ? ആണോ? നമ്മൾ ദൈവമായിട്ടുള്ളൊരു ബന്ധം വന്നു കഴിയുമ്പോൾ സർവസമ്പത്തിന് ഉടയവനായ ദൈവം ഈ മേഖലകളിൽ വാതിലുകൾ തുറന്നു തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദാനം നമുക്ക് ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അതില് ദൈവം ദുഃഖം കലർത്തുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദാനമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സഭാപ്രസംഗന്റെ പുസ്തകം പറയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എൻ്റെ വളരെ സുപരിചിതനായ ഒരു വ്യക്തി
ഒരു മാസം അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ്. 20 സ്റ്റാഫാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ. 20 സ്റ്റാഫ്, ഒരു 5-6 വണ്ടിയുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടില് സിറ്റൗട്ടിൽ ചെന്നാൽ അടുക്കളയിൽ തന്നെ ഓട്ടോറിക്ഷ വിളിക്കും. ചൈനയിൽ പോയി വീട്ടാവശ്യമെല്ലാം മുഴുവൻ സാധനം കുടുംബസമേതം പോയി എടുത്ത് കൊച്ചി കണ്ടെയ്നർ ഇറക്കി അവിടുന്ന് വീട്ടിൽ ലോഡ് കൊണ്ടുപോയി വലിയൊരു വീട് വെച്ചു മനുഷ്യൻ. വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ്. കോവിഡ് കാലഘട്ടത്തില് ബിസിനസ് അങ്ങ് സ്റ്റക്കായി. ഇയാൾക്ക് ഒരുപാട് സ്ഥലത്ത് പൈസ കിട്ടാണ്ട് ആ പൈസ എല്ലാം പോയി. അവര് കട അടച്ചു പോയി, കൂട്ടിപ്പോയി. ITC കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലങ്ങളിൽ മുഴുവനും. തലശ്ശേരി ഒരു ബിസിനസ് ഉണ്ട്, നാദാപുരത്ത് ഒരു ബിസിനസ് ഉണ്ട്. 2 കടയിൽ നിന്ന് 20 ലക്ഷം രൂപ മാസം നെറ്റ് പ്രോഫിറ്റ് മേടിച്ചോണ്ടിരുന്ന മനുഷ്യൻ അടിപടല പൊട്ടിപ്പോയി. 19 കോടി രൂപ കടം. ഈ വീടും 18 ഏക്കർ സ്ഥലമുണ്ട് വീടിനകത്ത്, വീടിന് ചുറ്റും. അതുകൂടെ വിറ്റ് കഴിഞ്ഞാൽ ഈ കടം വീടും. പക്ഷെ ഒരു മനുഷ്യനെടുക്കാനില്ല. അദ്ദേഹം ഇങ്ങനെ ധാരാളിത്തം കാണിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വേദന ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മകൻ്റെ ക്ലാസ്മേറ്റാണ് ഈ അപ്പൻ്റെ ഒരു മോൻ, ഈ ബിസിനസ്സുകാരൻ്റെ മോൻ. അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ബന്ധമുണ്ട് ഈ കുടുംബമായിട്ട്. അപ്പൊ ഇയാളിങ്ങനെ വലിയ പോഷുകൾ കാണിക്കുന്ന സമയത്ത് എനിക്കൊരു വേദന ഉണ്ടായിരുന്നു. ദൈവമേ, ഈ ധാരാളിത്തം കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അയൽവക്കത്ത് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പെണ്ണിനെ കെട്ടിക്കാനായിട്ട് ഉള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ കഴിയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, വീട് നമുക്ക് ആവശ്യമാണ്. അതാ സഭാപ്രസംഗം പറഞ്ഞിരിക്കുന്നത്, സമ്പത്തും സമൃദ്ധിയും അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും, ഒരിക്കൽ കൂടി ഞാൻ പറയാം, സമ്പത്തും സമൃദ്ധിയും അനുഭവിക്കാനുള്ള കഴിവ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കണം. ഇത് ദൈവം തന്നതാണ്. ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യണം. ആസ്വദിക്കാം അധ്വാന ഫലം, പക്ഷേ നിലം മറന്നാവരുത്, അല്ലേ? വേണ്ടേ? സമ്പത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ അപകടകരമായ ഒരു യാത്രയിലാണ്. നമ്മൾ ഒന്ന് കമ്പോളവൽക്കരണത്തിൽ അകപ്പെട്ട് കിടക്കാം. ഞാനും നിങ്ങളും ഉപയോഗിക്കേണ്ട കാർ ഏതാണ്, പൈസ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്ന കമ്പനിയാണ്. പരസ്യം നൽകി ലോൺ എടുത്ത് നമ്മൾ പോഷ് കാണിക്കും, വാഹനം മേടിച്ച്, അല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ് അത് തീരുമാനിക്കുന്നത് കമ്പനിയാണ്. നമ്മൾ പഠിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഈ മുസ്ലിംസ്, ഞങ്ങളിവിടെയൊക്കെ ഒത്തിരി മുസ്ലിം മജോറിറ്റിയുള്ള സ്ഥലം, തൃശ്ശൂർ അത്രയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ പലപ്പോഴും ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത്. ആണോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാ. മുസ്ലിംസ് അവരൊരാൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാത്തിനും കൊണ്ടുപോകും. നമുക്കൊക്കെ ഈ കാര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ നന്നായി പോകല്ലേ, അല്ലേ? ഞാൻ തുറന്നു പറയാ, എൻ്റെ അനിയനെ ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്നെക്കാൾ താഴെയുള്ള ജോലി കിട്ടിയ അത് നിവർത്തിൻ്റെ കൊണ്ടുപോകുകയല്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് വിശ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തക്കടി തരികയുടെ പറയും. നമ്മൾ ദൈവത്തിന്റെ മക്കളായിരുന്നിട്ട് എന്തുകൊണ്ട്
സമ്പത്തിന്റെ കവാടം തുറന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ല എന്നത് വേദനാജനകമായ ഒരു ചോദ്യമാണ്. നമ്മൾ ആത്മശോധന ചെയ്യണം. എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ഈ സമ്പത്ത് ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തിന് പ്രീതികരമായ രീതിയിലാണോ ഞാൻ ചെയ്യുന്നത്? എൻ്റെ നാട്ടുകാരൻ ഒരു ബാബു നിരപ്പേലുണ്ട്, നല്ല കറുത്തിട്ട് നൈറ്റ് വിജിലൊക്കെ ഇപ്പോഴും കാണാം ഷാലോമില്. ആഴ്ച 4 ഡയാലിസിസ് ചെയ്യുന്നു, 10-12 കൊല്ലമായിട്ട്. ഞങ്ങൾ ആദ്യകാലത്ത് ഈ നൈറ്റ് വിജിലിന് ഈ ടി വിയിലൊക്കെ വരുന്നതുകൊണ്ട് എങ്ങനെ കളറുള്ള ഷർട്ടുകളൊക്കെ വരുന്നത്. ഡയറക്ടേഴ്സ് പറയും നല്ല ഡ്രസ്സ് വേണം. ഓരോ നൈറ്റ് വിജിലും ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കും. ഇട്ട് തന്നെ ഇട്ട് ചെയ്യുന്ന മേക്കപ്പ് പറയും, ഇത് മാറ്റി ചേട്ടാ, ഇത് പറ്റിയെന്ന് പറയും. അപ്പൊ ഞാനും ബാബുവും കൂടെ നൈറ്റ് വിജിയിൽ ബാബുവിന് ഷർട്ട് എടുക്കാൻ വേണ്ടി ബാലുശ്ശേരി എന്ന് പറയുന്ന ടൗണിൽ പോവുകയാണ്. അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോയി അവർ നല്ലൊരു ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഷർട്ട് സെലക്ട് ചെയ്തു. അവൻ ഇഷ്ടപ്പെട്ട ഷർട്ട് കുഴപ്പമില്ലടാ, ടി വിയിലെ കളറൊക്കെ കുഴപ്പമില്ല, ഔട്ട് വരുമ്പോൾ നന്നായിരിക്കും. അങ്ങനെ 3 ഷർട്ട് മാറ്റി വെച്ചു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇത് എടുക്കുമായിരിക്കും. ബാബു എന്നാൽ പിന്നെ ഇതെടുക്കണം, ഇതങ്ങ് സെലക്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതെന്നെ നമ്മൾ രണ്ടും കൂടെ ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ച ഷർട്ടല്ല, എന്തുകൊണ്ടാണ്? അതെന്നെ എന്നോട് പറയാം, പ്രകാശേ അത് ഈശോ പറഞ്ഞു പേടിക്കണ്ട. പിടുത്തം കിട്ടിയോ? ഞാൻ എന്നാ പറഞ്ഞത് പിടുത്തം കിട്ടിയോ? ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് 2 പേർക്കും, പക്ഷേ അത് മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ബാബു അന്ന് സെലക്ട് ചെയ്തത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടാ. എന്തിനെത്ര സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്നറിയാമോ? ദൈവം നമുക്ക് തരുന്ന സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം ഉപയോഗിക്കണം. ഹല്ലേലൂയ എന്ന് കരവരുത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ സമ്പത്തിന്റെ മേഖലകളിൽ നമുക്ക് വളരെ തുറന്ന മനോഭാവം ഉണ്ടാകണം. കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. വേണ്ടേ? വേണോ? വേണോ? അതൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ഞങ്ങളുടെ ഇടവകയിൽ വന്നിരിക്കുന്ന വികാസം എപ്പോഴും എല്ലാ പ്രസംഗത്തിലും വേണ്ടി അവസാനം പണത്തെ കൊണ്ടെത്തിക്കും. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, ഭയങ്കര വിഷമം പറഞ്ഞു തുടങ്ങി, അച്ഛനെ കൊണ്ട് മടുത്തു. പക്ഷെ എനിക്ക് സന്തോഷമാണ്, കാരണം ഇത് അച്ഛൻ ബലം പിടിച്ച് പഠിപ്പിക്കുന്ന ദൈവത്തിനാണ്. അതിൻ്റെ അനുഗ്രഹ ഇടവകയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആത്മീയമായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റാത്തത് ഹൃദയത്തിൽ കെട്ടുകിടക്കുന്നത് കൊണ്ടാണ്. ഞാൻ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്, സാമ്പത്തിക തകർച്ചയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിന്റെ വാതിൽ തുറക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ മുന്നിൽ നമുക്ക് ഹൃദയം തുറന്നിരിക്കണം. വളരെ തുറന്ന ഹൃദയത്തോടു കൂടി വേണം നമ്മൾ സമ്പത്തിനെ സമീപിക്കുവാൻ. കാരണം ഇത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാന് 5.5 കൊല്ലക്കാലം മലപ്പുറത്ത് വിജാതിരുടെ ഇടയിൽ ബഹുമാനപ്പെട്ട ജോർജ് പനിക്കലച്ചൻ മ്യൂസിഷ്യൻ കോട്ടയിലെ അച്ഛൻ പറഞ്ഞിട്ട് മദ്യപാനികൾക്കുള്ള കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കി വിജാതികൾക്ക് സുവിശേഷം കൊടുക്കുന്ന ഒരു കാലഘട്ടം 5.5 കൊല്ലക്കാലം. അതിനുശേഷമാണ് ഞാൻ സീനായിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നത്. ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു പാലക്കാട് സീനായിൽ 2.5-3 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു അനിൽകുമാറുണ്ട്. അനിലൊരു പെയിന്ററായിരുന്നു. ഒരു യൂത്ത് ധ്യാനത്തിൽ ഈശോ അറിഞ്ഞ് അവിടെ വന്ന് കൂടി എൻ്റെ കൂടെ അവിടെ ശുശ്രൂഷകനായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അനിൽ വന്ന് ഈശ്വരനിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പ്രകാശേട്ടാ ഞാനിനി ഈ ബ്രഷ് എടുക്കുകയല്ല പെയിന്റ് ചെയ്യാൻ. ഞാൻ ചോദിച്ചു, അപ്പം നീ എങ്ങനെ ജീവിക്കുന്നത്? 100 രൂപ കിട്ടും ഒരു ദിവസം പണിക്ക് പോയാൽ. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ അനില് കഷ്ടത അനുഭവിക്കാൻ തീരുമാനമെടുത്തു. അനിൽ എഴുതിയ പാട്ടുകളൊക്കെ നിങ്ങളോട് ഒത്തിരി പാടിയിട്ടുണ്ടാകും.
അനിലിന്റെ പാട്ടും ട്യൂണും കൂടെ വരികളും ട്യൂണും കൂടെ ഒരുമിച്ച് വരും. നിന്ദിര രക്തത്താൽ കഴുകണമേ ഈശോ. ആ പാട്ടൊക്കെ പോപ്പുലറായ പാട്ടൊക്കെ അനിലിന്റെ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ പറഞ്ഞ അനിൽകുമാർ ഇന്ന് മാമോദിസയൊക്കെ സ്വീകരിച്ചു. അനിലിന് പണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കടയിൽ പറ്റു തുടങ്ങി. നല്ലൊരു മുസ്ലിം സഹോദരനാണ്. 1950 രൂപ കൊടുക്കാനുണ്ട്. അയാൾ ഒരിക്കലും അനിലോട് പൈസ ചോദിക്കുന്നില്ല. പക്ഷെ അയാൾക്ക് ടൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അനിലോട് പറഞ്ഞു, അനില് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇത്ര രൂപ പറ്റുണ്ട്, തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അനില് ഭയങ്കര വിഷമമായി. വാങ്ങിച്ചു പോയതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വാങ്ങിച്ച് തിന്നതല്ലേ. അനില് മരിയഭവൻ എന്ന് പറയും, അവിടെ മരിയഭവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രകാശത്തേക്ക് സംഭവമുണ്ട്, എൻ്റെ ഇത് 50 രൂപ എന്ന് പറഞ്ഞ പഴയ 50 നോട്ടെടുത്ത് കാണിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് അവിടെ ദീപികാരനെ എഴുന്നള്ളിച്ച് വെക്കുന്ന ഒരു അനുഗ്രഹം കോഴിക്കോട് രൂപ തന്നിട്ടുണ്ടായിരുന്നു മെത്രാൻ. അപ്പൊ ഇന്ന് പിതാവ് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിനു മുമ്പ് ഇരുന്ന് പ്രാർത്ഥിക്കടാ, വൈകുന്നേരം ആകുമ്പോൾ ദൈവം ഇവിടെ വഴിയൊരുക്കുന്നു. അപ്പൊ എനിക്ക് കൗൺസിലിംഗ് ആൾക്കാർ, ഞാൻ അവിടെ മുറിയിൽ കൗൺസിലിംഗ് നടത്തും. അനില് ഈശ്വരനിലേക്ക് പ്രാർത്ഥിക്കും. ഉച്ച കഴിഞ്ഞു, 2 മണിയായി, 3 മണിയായി, 12 മണിയായപ്പോൾ ഒരു ബെല്ലടിച്ചു. ഒരു വീടാണ് ഈ സ്ഥാപനം. പോയി നോക്കി കഴിയുമ്പോൾ ഒരു ധർമ്മക്കാരനാണ്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ 50 രൂപ ഈ അനില് ഈ ധർമ്മക്കാരൻ്റെ അടുത്ത് കൊടുത്തു. ഞാൻ ഒന്നാമതൊരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി, അനിലൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. ഞാനൊരു വഴക്ക് പറഞ്ഞു, എന്നാ പണിയാണ് കാണിച്ചേ? 1950 കൊടുക്കേണ്ടത് 50 രൂപ കയ്യിൽ 1900 ഉണ്ടാക്കിയ പോരായിരുന്നോ? നീ ഇപ്പോൾ ആ ധർമ്മക്കാരന് കൊടുക്കാൻ പോണെന്ന് ചോദിച്ചു. അനില് പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാണ്ട് ഒലച്ചു വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. പ്രകാശേട്ടാ, എൻ്റെ ഈശോയ്ക്ക് ഈ കാശ് തരാൻ ഈ 50 രൂപ തടസ്സമാകണ്ട. ഈശോയ്ക്ക് തരുമ്പോൾ ഈ 50 രൂപ തടസ്സമാകണ്ട. അയാൾ ധർമ്മം ചോദിക്കാൻ വന്നത് അയാൾക്ക് അരി മേടിക്കാൻ പൈസ ഇല്ലഞ്ഞിട്ടല്ലേ? അയാൾ ഈ പൈസ കൊണ്ട് അരി മേടിക്കട്ടെ. എൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ചെയ്യുമോ? ഇത് നിങ്ങളാണ് ചെയ്യുമോ? ബുദ്ധിമുട്ട് വരും. ഇതാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്ത. ഈ അനിൽകുമാർ ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് എന്നെ വിളിക്കുക. SP മരിച്ചുപോയ SP ബാലസുബ്രഹ്മണ്യം മരിക്കുന്നതിന് 6 മാസം മുമ്പ് അനിൽ എഴുതിയ പാട്ടിന്റെ ഡയറക്ഷൻ, പാട്ട് പാടിക്കൊടുക്കുക. ആർക്ക്? സുപ്രസിദ്ധ ഗായകനായിരുന്ന തമിഴ് പാട്ടുകാരൻ SP ബാലസുബ്രഹ്മണ്യത്തിന് അനില് പാട്ട്, അവന്റെ പാട്ട് ട്യൂണും പറഞ്ഞു കൊടുക്കുക. കേരളം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രകാശേട്ടാ, ഞാനിങ്ങനെ SP ബാലസുബ്രഹ്മണ്യ സാറിന് പാട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോവാണ്, എന്ന് പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ടവർ, 5 മണിയായി. ഞങ്ങള് മരിഭവൻ അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് സങ്കടമായി. പ്രാർത്ഥിച്ചിട്ട് കർത്താവ് 1950 കൊണ്ട് കൊടുത്തില്ല. അടച്ചു പൂട്ടുമ്പോൾ ആ മഠത്തിൽ നിന്ന് ഒരു സിസ്റ്റർ ഓടി വരികയാ. സാധാ സാരി എടുക്കുന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. അടയ്ക്കൽ നമ്മൾ ഓടി വരിക. ഒരാഴ്ച മുമ്പ് കർത്താവിന് എനിക്ക് ശമ്പളം കിട്ടിയ കർത്താവിനോട് പറഞ്ഞു, ഒരു 2000 രൂപ അനിൽകുമാർ കൊടുക്കണമെന്ന്. ഞാനത് കൊടുക്കാൻ പറ്റാതെ വിഷമിച്ച് കാത്തിരിക്കുകയാണ്. നോക്കണം, അനിലിന്റെ ജീവിതത്തില് പറ്റു തീർക്കാൻ 1950 രൂപ വേണമെന്നത് ആഴ്ചകൾക്ക് മുമ്പ് യേശു തമ്പുരാൻ കണ്ടു. ഈ തമ്പുരാൻ, ഈ സിസ്റ്റർ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുക. ശമ്പളം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് സിസ്റ്ററോട് പറഞ്ഞു, 2000 രൂപ അനിലിന് കൊണ്ട് കൊടുക്കണമെന്ന്. നോക്ക്, ഇതാ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. തമ്പുരാന്റെ തിരുസന്നിധിയിൽ തുറന്ന മനസ്സും ഒരു തുറന്ന ഹൃദയമുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾക്ക് ആവശ്യമായത് തരാൻ സാധിക്കും. ആവശ്യമായതുപോലെ മതിയോ? ആവശ്യമായത് മതിയോ? ചുമ്മാ ചാടിക്കരങ്ങ് പറയരുത്. നമ്മള് ഒരു ഫ്രിഡ്ജ് വാങ്ങിയില്ല, ഒരു ഫ്രിഡ്ജ് വാങ്ങി, കുഴപ്പമില്ല, ഒരു കുറച്ച് ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അയലോക്കത്തെ ആൾ മേടിച്ച ഫ്രിഡ്ജ് നോക്കും. അയലോക്കത്തെ ആൾ വാങ്ങിച്ച ഫ്രിഡ്ജ് ഒന്ന് നോക്കും. നമ്മൾ പോയി മേടിക്കുമ്പോൾ അതിലും നല്ല ഒരെണ്ണം, അങ്ങനെയല്ലേ ആണെന്നേ.
അങ്ങനെ നമ്മള് അയലോകത്തുള്ളവരെക്കാളും നല്ലത് വാങ്ങിക്കുക. വണ്ടി വാങ്ങിക്കുകയാണെങ്കിലും വീട് പണിയാണെങ്കിലും എന്നാ പണിയാണെങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് നോക്കുന്നതിന് പകരം എങ്ങോട്ട് നോക്കും? സമൂഹത്തിലേക്ക് നോക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുക. യെശയ്യാ 43:5. യെശയ്യാ 43:5 തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കു നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. നിങ്ങളുടെ കുടുംബത്തില് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ഒരു 7 വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ഏറ്റു പറയണം. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു കുരിശക്ക, ഇതുപോലെ ഒരു കുരിശക്ക ഉണ്ടെങ്കിൽ നല്ലതാണ്, അച്ഛനെ വെച്ചിട്ട് കൈ പിടിച്ചോളുക. എന്നിട്ട് ഈ കുരിശ് പിടിച്ചിട്ട് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് തടസ്സപ്പെടുന്ന തിന്മയുടെ സ്വാധീനങ്ങളോട് വിട്ടുപോകാൻ വേണ്ടി യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൽപ്പിക്കും, വടക്കിനോട് അരുത് എന്ന്, തെക്കിനോട് അരുത് എന്ന്. നിങ്ങളൊരു 1000 കിലോമീറ്റർ വെച്ച് പ്രാർത്ഥിച്ചാലും ആ തിന്മ വിട്ടുപോകും. കാരണം യേശുക്രിസ്തു തന്റെ കാൽവരി കുരിശിലൂടെ, കുരിശുമരണത്തിലൂടെ പിശാചിന്റെ തലയെ തകർത്തു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ തൊടാൻ പറ്റില്ല, ഞാൻ ഉറപ്പ് തരുന്നു, ഉറപ്പ് തരികയാണ്. പക്ഷെ നമുക്ക് പേടിയാണ്. നിങ്ങൾ യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുക, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുക, പരിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കാൻ പറ്റി പങ്കെടുക്കുക. എന്തുമാത്രം അനുഗ്രഹം നമുക്ക് വരുന്നറിയാം. ഞായറാഴ്ച കുർബാനയിൽ കടം വീടുകയല്ല, പാപം അല്ലേ? സ്വർഗ്ഗസ്നായ പിതാവേ, നമ്മൾ എങ്ങനെയാണ്? ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. പാപം കുമ്പസാരിക്കുമ്പോൾ മാറും, കടം മാറത്തില്ല. വാക്കുകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപേക്ഷകൾ കൊണ്ടും എല്ലാ ദിവസവും ആത്മശോധന ചെയ്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അല്ല, കുമ്പസാരിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥിരമായി കുറച്ച് പാവം എടുത്തുകൊണ്ട് ഓടി വന്നിട്ട് കുമ്പസാരിച്ചിട്ട് പോകും. നോ, കടങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ടാവും. ഇടതുവശങ്ങളിലുള്ള ബലികളിൽ നമുക്ക് കടങ്ങൾക്ക് പൊറുതി ലഭിക്കുന്നു. സഭയുടെ പഠനം ഞാൻ പറയുന്നത്. ഇടതുവശങ്ങളിലുള്ള കുർബാനയിൽ കടങ്ങളുടെ പൊറുതിയുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ വാക്കുകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കടങ്ങൾക്ക് പൊറുതി നൽകണമേ. സ്വർഗത്തിൽ പോകണ്ടേ? പോണോ? പ്രാർത്ഥിക്കണം, അനുഗ്രഹം തന്നെ വന്നോളൂ.